ശരി, ഞങ്ങൾ പൊയ്ക്കോട്ടെ പ്രിയങ്ക. ആവട്ടെ. ആന്റി, ഒന്ന് കാതോർത്ത് നോക്കിയേ. ജയഭേരിയുടെ മുഴക്കം കേൾക്കുന്നില്ലേ കാതിൽ? ധൈര്യമായിട്ട് പോയിക്കോ. ഗംഗയെ സൂക്ഷിക്കണം. ശരി, വാ. ഞാനിതിവിടെ എത്ര നേരമായിട്ട് വന്നിരിക്കുന്നു നിന്റെ ചങ്ങാതിയെ കാത്ത്. ദേ, അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയവനാ ഞാൻ. എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുതെന്ന് നീ അവളോട് പറയണം. അത് ശരി, അപ്പോ എന്റെ ചെമ്പരത്തിനെ കയ്യിലെടുത്തൂല്ലേ? എന്റെ പരാതികൾ ഞാൻ നിന്റെ കൂട്ടുകാരോട് പറയായിരുന്നു. ഒത്തിരി നേരമായി വന്നിട്ട്. പിന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു. ഈ വലിയ ബിസിനസ്സുകാരനെ ഒന്ന് കാണാൻ എത്രയോ പേര് കാത്തിരുന്ന് മടുത്തിരിക്കുന്നു. ഇത് അതിനുള്ള ശിക്ഷയായിട്ട് കൂട്ടിയാ മതി. ആഹാ, എന്റെ കെട്ടിയോള് തന്നെ എന്നെ ശിക്ഷിക്കണം. കല്യാണി, ആ ഗിരീഷ് മേനോനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ അയാൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? സംശയം എന്താ? മേനോനെ ആരോ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നത് തന്നെയാ. ഇനി ആ പ്രിയങ്കയോ മറ്റോ? സാധ്യതയില്ലാതില്ല. കാരണം നമ്മളെ കൂടാതെ ഗംഗ പ്രിയങ്കയുടെ നേരെ ഇളയ അനുജത്തിയാണെന്ന് സത്യം അറിയാവുന്ന ഒരേ ഒരാളാണ് ഗിരീഷ് മേനോൻ. അയാളുടെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ്സും ഉണ്ട്. അതുകൊണ്ട് പ്രിയങ്ക തന്നെയാ മേനോനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതിന് സംശയമില്ല. അല്ല വലിയ, ഈ മേനോനെ അവൾ അപകടപ്പെടുത്തുവോ? സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അത് ചെയ്യാനും പ്രിയങ്ക മടിക്കില്ല. പ്രിയങ്കയുടെ ക്യാരക്ടർ അതാണ്. ഉഗ്രവിഷമുള്ള മൂർഖനാവള്. പ്രിയങ്ക മാത്രമല്ല, ഗംഗയും. എനിക്ക് ഗംഗ ആരാണെന്ന് സത്യം അറിയാവുന്ന ഒരു രീതിയിലും ഞാൻ അവളോട് പെരുമാറിയിട്ടില്ല. പക്ഷെ അവളുടെ കരണത്തടിച്ചപ്പോ എന്റെ മനസ്സ് മുഴുവൻ ആ സത്യം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ഈ കള്ളക്കളികൾ അധികം നാൾ മുന്നോട്ട് പോകില്ല. ഗംഗ ആരാണെന്ന സത്യം ഞാൻ അമ്മയുടെ മുന്നിൽ തെളിയിക്കും. അമ്മ തന്നെ അവളെ തൃച്ചംബരത്ത് നിന്ന് അടിച്ച് വെളിയിലാക്കും. അത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുവരെ ഇങ്ങനെ അങ്ങ് പോയേ പറ്റൂ. എന്താ എന്റെ കെട്ടിയോൾക്ക് പെട്ടെന്ന് മിണ്ടാട്ടം ഇല്ലാതായി പോയത്? ഒന്നും മിണ്ടാനില്ലേ? എന്ത് മിണ്ടാനാ? താലി കെട്ടിയിട്ടും ഒരു സമാധാനമില്ലാതെ അനന്തമായ കാത്തിരിപ്പ് അല്ലേ? സാരമില്ല കല്യാണി, എല്ലാം മാറും. ഈ കണ്ണുകൾ കണ്ടാലറിയാം. കണ്ണുകൾ കൊണ്ട് കാര്യം പറയുന്ന നിന്റെ മനസ്സിന്റെ ഭാഷ. ദാ, കല്യാണി, വലിയ എന്റെ കല്യാണിയെ ആ പഴയ വേഷത്തിൽ കാണാൻ എനിക്ക് കൊതിയാവുന്നു. അപ്പോഴാ ശരിക്കും നാട്ടും പുറത്തൊരു വീട്ടുമുറ്റത്ത് വിടർന്നു നിൽക്കുന്ന ഒരു ചെമ്പരത്തിയാവുന്നത്. നിന്നെ സ്വപ്നം കണ്ട് ഞാനും എന്നെ സ്വപ്നം കണ്ട് നീയും തീർത്തത് ഒരു സ്വപ്ന സാമ്രാജ്യമല്ലേ കല്യാണി? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ രാത്രി സംഗമം കാണാൻ ഈ മരങ്ങളിലൊക്കെ രാപ്പാടികൾ കാത്തിരിപ്പുണ്ടെന്ന്. അവരുടെ പ്രാർത്ഥനകൾ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും, സംശയമില്ല.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഏതോ ഒരു കോളുമായിട്ടാണ് വരവെന്ന് തോന്നുന്നല്ലോ. വെറും കോളല്ല, മലങ്കോള്. ഹ? ഫോണിൽ സംസാരിക്കുന്നത് അത്ര സേഫ് അല്ല. അതാ ഇത്ര വൈകിയാണെങ്കിലും നേരിട്ട് വരാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. പറയൂ ശ്രീയേട്ടാ. അഖിലാണ്ടേശ്വരിയെ കൊടുക്കാൻ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അതുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കേൾക്കട്ടെ. അഖിലാണ്ടേശ്വരിയുടെ ഒരു നികുതി വെട്ടിപ്പ്, ഇൻകം ടാക്സുകാരെ കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു വഴി. വിശദമായി പറയേ. ആ, അതായത് വർഷാവർഷം 50 കോടിയോളം രൂപ സാമൂഹ്യ പ്രവർത്തനം എന്ന പേരിൽ ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കുകയും 1-2 കോടികൾ മാത്രം ചെലവഴിക്കുകയും ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തി വരികയാണ് അഖിലാണ്ടേശ്വരി. ഇതിന്റെ വ്യക്തമായ ഒരു ഫയല് ഞാൻ കണ്ടു. ഇത് കയ്യോടെ പിടികൂടിയാൽ സമൂഹത്തിന്റെ മുമ്പിൽ അഖില ധരിച്ച് നടക്കുന്ന മുഖംമൂടി അഴിയും. ഇൻകം ടാക്സ് വെട്ടിപ്പിന് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അതോടെ തീർന്നു. കൊണ്ടുവന്ന മലങ്കോള് നല്ലത് തന്നെയാ. പക്ഷെ ഇതിനുള്ള തെളിവാണല്ലോ ഞാൻ കണ്ട ആ ഫയൽ. ഓക്കെ, ആ ഫയൽ ഇപ്പൊ എവിടെയാ? അതാ ഒരു പ്രശ്നം. ആ ഫയല് തൃച്ചംബരത്താണ് ഇരിക്കുന്നത്. അവിടുന്ന് അത് പൊക്കണമെങ്കിൽ വലിയ പാടാ. എന്താ പറഞ്ഞത്? നാഗമടത്തെ പ്രിയങ്കയ്ക്ക് തൃച്ചംബരം ഒരു ബാലികേറ മലയൊന്നും അല്ല. അവിടെ ആ ഫയൽ ഉണ്ടെങ്കിൽ അതെടുക്കാനും എനിക്കറിയാം. പ്രിയങ്കയ്ക്ക് അതിന് കഴിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഫയൽ അവിടുന്ന് പൊക്കിയാൽ അത്രയും പെട്ടെന്ന് അഖിലയെ അകത്തേക്ക് അയക്കാം. കൊള്ളാം. ചാരിറ്റബിൾ ഫണ്ട് എന്ന വ്യാജേന ഇൻകം ടാക്സ് തട്ടിപ്പ്. ഉം. മാധ്യമങ്ങൾക്കൊരു ബെസ്റ്റ് സ്കൂപ്പ്. ഈ നിമിഷം മുതൽ ഞാൻ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം. എങ്കില് ഞാൻ ഇറങ്ങട്ടെ പ്രിയങ്ക. ശ്രീനേട്ടൻ പൊക്കോ. വിലയേറിയ വിവരങ്ങൾ തന്നതിന് നന്ദി. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. സഹദേവേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല. ആർക്ക് വേണ്ടി സമ്പാദിക്കാനാ അവിടെ പോയി കിടക്കുന്നേ? അതല്ല സഹദേവേട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെയോ സഹദേവേട്ടന്റെയോ പേരിലാണ് സമ്പാദ്യമെങ്കിൽ ഓക്കെ. ഇതെല്ലാം തൃച്ചംബരത്തിന്റെ അക്കൗണ്ടിലേക്കല്ലേ? അടുത്ത സെമസ്റ്റർ കൂടിയേ ഉള്ളു മോക്ക്. അവള് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ടാ വരുന്നേ. സഹദേവേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഓ അയ്യോ, എന്താണ് നിനക്ക് കണ്ണു മൂക്കൊന്നും കാണാൻ വയ്യേ? നീ എന്താ പുറകോട്ടാണോ നടക്കുന്നത്? സോറി ആന്റി, സോറി. ആ ഹലോ, ശരി സഹദേവേട്ട, ശരി ഞാൻ പറഞ്ഞേക്കാം. ആ ശരി. എന്താ? അല്ല ആന്റി, ഞാൻ അവിടെ ഒരു അതെ, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ?
അതല്ല ആന്റി, എനിക്ക് ബലമായ ചില സംശയങ്ങളുണ്ട്. എന്റെ സംശയങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ആ കല്യാണിയെ സീമന്ത രേഖയിൽ സിന്ദൂരിട്ട് കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാ. എനിക്കത് തെളിയിച്ചേ പറ്റൂ. തുടങ്ങി അവള് പിന്നെയും. ആന്റി, ഞാൻ പറയുന്നൊന്നും കേക്ക്. അങ്ങനെ അവള് സിന്ദൂരം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമൂഹ വിവാഹത്തിൽ വെച്ച് അവളുടെ കല്യാണം നടന്നിട്ടുണ്ടെന്നുള്ളതും സത്യം തന്നെയാ. നീ ഒന്ന് എഴുന്നേറ്റ് പോയി തരോ എന്റെ മുന്നിന്ന്. ആന്റി, എന്നെ വിശ്വസിക്കണ്ട. നമുക്ക് ആ സമൂഹ വിവാഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ഒന്നുകിൽ നീരജ ആരും അറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവളുടെ കഴുത്തിൽ ആരാണ് താലി കെട്ടിയെന്നുള്ളതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാലോ. ആന്റി, ആന്റി, സത്യം ആന്റി ഞാൻ ഈ പറയണേ. കല്യാണ CD കണ്ടു നോക്കിയ ഞാൻ പറയുന്നതിന് ഉത്തരം കിട്ടാതിരിക്കില്ല, ഉറപ്പ്. ഈ ആന്റിക്ക് ഇതെന്തു പറ്റി? നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ. അതെ ആന്റി. ശരി, ഞാൻ ഗംഗയെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, നീ എങ്ങോട്ടാ? ഗംഗയെ കാണാൻ. നീ വരണ്ട. ഏ? ഞാൻ വരണ്ടേ? വേണ്ട, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആന്റി, അയ്യോ, എന്നാലും അതെന്താ? ആ ഗംഗേ, അതെ, പൊട്ടിയാണെങ്കിലും ആ ജയന്തി പറഞ്ഞതിൽ ഒരല്പം കാര്യമില്ലാതില്ല. ആ സമൂഹ വിവാഹത്തിന്റെ വീഡിയോ ഒന്നുകൂടി പരിശോധിക്കണം. അവിടെ എന്തോ ഒരു രഹസ്യം സംഭവിച്ചിട്ടുണ്ട്. ദേ, കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാലേ വലിയ അപകടം, നമ്മുടെ കൈവിട്ട് പോവും. അതെ, ആ കല്യാണി അവള് മഹാകുശാഗ്ര ബുദ്ധിക്കാരിയാ. വന്ന അഹങ്കാരം കൊണ്ട് അവക്ക് കണ്ണും കൂടി കാണാൻ വയ്യാതായി. അവള് നിന്നെ അടിച്ചു, കൂടാതെ ആനന്ദിനെ കൊണ്ട് എന്നെ അടുപ്പിച്ചു. ഇതിങ്ങനെ പോയാ അവള് തോക്ക് ചൂണ്ടുക മാത്രമല്ല, വെടിവെച്ച് കൊല്ലും നമ്മളെ. ദേ, ഇതിന് തടയൊന്നും ഇട്ടില്ലെങ്കിലേ വലിയ ആപത്താ. നീ എന്താ ഗംഗേ, ധ്യാനത്തിലാണോ? ആ വാ തുറന്ന് നീ എന്തെങ്കിലും ഒന്ന് പറയേ. അയ്യോ, ഇതെന്താ മറിമായ? അപ്പൊ നീ ബാത്റൂമിലായിരുന്നോ? അപ്പൊ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ആരോടാ? അയ്യോ, പ്രിയങ്ക. അതെ, പ്രിയങ്ക. എന്റെ ദൈവമേ, ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. പുതുമഴയുടെ ഗന്ധം പരക്കുമ്പോൾ ഇരുൾമറ പറ്റി ഏത് നിലവറയ്ക്കുള്ളിലും കയറുന്ന കരിനാഗങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ? നേരത്തോട് നേരം കരിനീലിച്ച മൃതശരീരങ്ങളിലെ വിഷപ്പല്ലുകളുടെ പാട് കാണുമ്പോഴേ അവ വന്നുപോയതറിയൂ.
പ്രിയങ്കേ, ശ്രദ്ധ വേണം, പാമ്പിന്റെ ശ്രദ്ധ വേണം. ആളറിഞ്ഞ് വേണം സംസാരിക്കാൻ. അയ്യോ, ഞാനത് ഗംഗയാണെന്ന് വിചാരിച്ച് സംസാരിച്ചതല്ലേ. വിചാരങ്ങളല്ല ആന്റി, ലക്ഷ്യത്തിലെത്താൻ ഉറപ്പാണ് വേണ്ടത്. പ്രിയങ്ക ഈ രാത്രിയിൽ തൃച്ചംബരത്തേക്ക് വരണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവുമെന്ന് ഊഹിച്ചു കാണുമല്ലോ. പറയാം. ആഹാ, 30-ാം തീയതി വരെ നീട്ടിയല്ലേ? എന്നാലും ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെച്ചേക്കാം. ആ ശരി, താങ്ക് യു. കൃഷ്ണേട്ടാ, ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കാനുള്ള ഡേറ്റ് നവംബർ 30 വരെ നീട്ടിയെന്ന്. ആ, ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണേട്ടാ, കല്യാണം മുടങ്ങിയിട്ട് ഗംഗയുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ അതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് പോലെ വിഷമിക്കുന്നുണ്ടാവും അവരുടെയും മനസ്സ്. അഖില, അത് അതെ കൃഷ്ണേട്ടാ, ഗംഗ തന്നെയാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകളെന്ന് ഞാൻ പ്രഖ്യാപിച്ചതൊക്കെ ശരി തന്നെയാ. എന്നാലും അച്ഛനും അമ്മയുമല്ലേ, അവരുടെ മനസ്സും കലങ്ങി മറിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവർക്കൊരു സമാധാനമാകുമായിരുന്നു. ഛേ, ഞാനത് ഓർത്തതുമില്ല. അഖില, ആ കൃഷ്ണേട്ടാ, ഗുളിക കഴിച്ചില്ലല്ലേ? ഞാനതങ്ങ് മറന്നു. ഇപ്പൊ തരാം. ഞാനും കല്യാണിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്നത് അമ്മയോട് അച്ഛൻ പറയുന്നത് വരെ ഞാനായിട്ട് പറയില്ല. പ്രോമിസ്. കൃഷ്ണേട്ടൻ എന്താ ആലോചിക്കുന്നേ? അഖിലെ, കല്യാണി. കല്യാണിയോ? മനസ്സിലായി കൃഷ്ണേട്ടാ. ഞാൻ പോലും അറിയാതെ നാവിന്ന് വന്നുപോയതാണല്ലോ. കൃഷ്ണേട്ടന് കല്യാണിയുടെ കല്യാണം മുടങ്ങിയതിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അധികം വൈകാതെ തന്നെ നമുക്ക് കല്യാണിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. ആ, കൃഷ്ണേട്ടൻ ഈ ഓഡിറ്റിന്റെ പേപ്പേഴ്സ് ഒന്ന് സൈൻ ചെയ്തേക്കും. ഞാൻ ഗംഗയോട് അമ്മയോട് എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വരാം. അഖില, ദാ വരുന്നു കൃഷ്ണേട്ടാ.